ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പ്ലാനിങ് ഉള്ളത് ഹലോ അപ്പോൾ ഇന്ന് അത്യാവശ്യം ഒരു എത്നിക് വേഴ്സാണ് എല്ലാവരും ഇട്ട്. സോ ലോട്ടസ് ടെമ്പിൾ പിന്നെന്താ അവിടുന്ന് എന്തെങ്കിലും എഴുതി വെച്ചത് നോക്കണം. അതേപോലെ ഹുമയൂൺ, സഫ്താർ, ലോധി, പിന്നെ കുത്തുബ് മിനാർ, ഈ ഐറ്റംസൊക്കെ ഈ സ്ഥലങ്ങളൊക്കെയാണ് പോകുന്നത്. അപ്പം അതിൽക്കൊക്കെ പറ്റുന്ന ഒരു എത്നിക് വേഴ്സാണ് വിചാരിച്ചത്. അങ്ങനെയാണ് സെറ്റാക്കി വെച്ചത്. അവളുടെ ഞാൻ കാണിച്ചത് രസമാണ് സാർ. അപ്പോൾ ഇന്ന് ചാർജ് ഇന്നത്തെ ചാർജ് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും പോയാൽ അത്യാവശ്യം പൊന്തിച്ചടിക്കാം. അപ്പം വീഡിയോസ് കുറച്ച് എടുത്താണ്ടൊക്കെ ഏകദേശം ഫുള്ള് കവർ ചെയ്യാൻ കഴിയുന്ന പോലത്തെ നോക്കട്ടെ. ഇന്നലെ വരെ ഉമ്മൻ്റെ ഫോണ് നെറ്റ്വർക്ക് കൊണ്ടൊന്നും കിട്ടിയില്ലേന്. പിന്നെ അവർക്ക് സെറ്റാക്കിയപ്പോൾ ഉമ്മൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. താത്തൻ്റെ വർക്ക് ചെയ്യില്ല. പോയി പിന്നെ ആ ഫ്രണ്ട് ഒന്നല്ലേ ബാക്കി പോകുമ്പോൾ കാണാം. അപ്പം ഇന്നെന്തായാലും എന്തോ ഭാഗ്യത്തിന് വെയിലാണ്. അതൊക്കെ മഴയായിട്ട് ഫുള്ള് കുളയാണ്. ഇന്ന് വെയിൽ മാറാതൊക്കെ അപ്പം വിചാരിക്കുന്നത്. ഇവിടെ ഒന്നെങ്കിൽ നല്ല വെയിലാണ്, അല്ലെങ്കിൽ നല്ല മഴയാണ്. വീട്ടിൽ എത്തുമ്പോഴത്തേക്കും കരിമുട്ടിയാവും. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തെത്തിയാണ്. അവിടെ എത്തിയിട്ട് അവിടുത്തെ ഒരു ഏരിയ ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. കുറേ വീഡിയോസൊന്നും എടുത്താൽ ശരിയാവില്ല, നൈറ്റ് വരെ നിൽക്കാനുള്ള. അപ്പോൾ ഓക്കെ, ഇതാട്ടോ ലോട്ടസ് ടെമ്പിൾ. കാണാനാണ് ഉള്ളിൽ കയറിപ്പോണേ. അപ്പോൾ പോകുന്നേക്ക് ഇതിന് 100 ഉള്ളൂ കേട്ടോ ഈ ചെരുപ്പുകൾക്കൊക്കെ. അപ്പം അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. ബോൾക്ക് മാച്ച് വയ്ക്കാണ്ട് ഒന്ന് മേടിച്ച് നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ വരുമ്പോൾ വാങ്ങാറുണ്ട്. ഇതും പിടിച്ച് ഇങ്ങനെയൊക്കെ എവറും പിടിച്ച് നടക്കണ്ടേ, അതുകൊണ്ട് ഇതിന് പറ്റിയ സൈസൊന്നും ഇല്ല. ആണ് എൻട്രി. ഇവിടെ ഫീ ഒന്നുമില്ല കേട്ടോ. എൻട്രി ഫ്രീ ആണ്, ഫീ അല്ല ഫ്രീ. ഇപ്പോൾ ഇവിടെ ഫുഡ് എല്ലാം ഇവിടെ അല്ല കേട്ടോ. ഞാനും വരികയാണെങ്കിൽ ഫുഡ് എടുക്കാതെ വരണേ. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. അവിടെ നിന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാവും കയറി. അപ്പം ഇനി എസ്തറ്റിക് വിട്ട് സഞ്ചിൻ തൂക്കി പിടിച്ച് പോകണം. അവിടെ ചെരുപ്പല്ല ഇവിടെ അല്ല. അപ്പം ഇനി ഇതും കൊണ്ട് പോകണം. നല്ല ചൂടുണ്ട് കാല്. എന്താ സംഗതി മനസ്സിലായില്ല. പക്ഷെ പാർട്ടീഷൻ ചെയ്ത് കിട്ടണോ ഓല അങ്ങോട്ടും ഇന്നതീ കൂടെയും പറഞ്ഞു. പ്ലീസ് ഡെപ്പോസിറ്റ് യുവർ ഷൂസ് ഹിയർ. അവിടെതാ ഷൂസ്. ഞാൻ വിചാരിച്ചു ഇന്ന മാത്രം ഒഴിവാക്കി വിട്ടത്, പ്രായക്കണക്കുമല്ല. അപ്പൊ കാലെങ്ങനെയുണ്ടോ ആവേ? ചൂടുണ്ടോ? കാല് പുള്ള. ഇതേപോലെ ആ സൈഡിലൊക്കെ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അയ്യോ കാല് ചൂടായിട്ട് സംഗതി. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അവിടെ വീഡിയോ അല്ല ഇവിടെ അല്ല. സോ ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പക്ഷേ ഇതിൻ്റെ മുന്നേ വന്ന ടൈമിൽ വീഡിയോ എടുത്തന്നെ. അത് ഇന്ത്യയിലുണ്ടോ അറിയില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് കരുവെന്നൊക്കെ പറയുന്നത്. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി അറിയാത്തവർക്ക് ഇംഗ്ലീഷ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും ചെയ്യും. ആക്ച്വലി കാല് നേരെ നിൽക്കാനില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ടെക്നിക്ക് എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ചാക്ക് കൊടുത്ത് ഇവിടെ വന്നാണ്ട് ചാക്ക് എടുക്കുക, അവിടെ പോവുക. ആ സൈഡിൽ ഇതാക്കാനുള്ള ഉണ്ടാവും, എന്താ ചെരുപ്പ് വെക്കാനുള്ള ഉണ്ടാവും. അവിടെ കൊടുത്ത് ലോട്ടസ് ടെമ്പിൾ കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ റിട്ടേൺ ഇപ്പുറത്തെ സൈഡിലുണ്ടാവും ഷൂ മേടിക്കാനുള്ളത്, ചെരുപ്പ് മേടിക്കാനുള്ളത്. അത് കഴിഞ്ഞ് ഇങ്ങനെ നേരെ വന്ന് ചാക്ക് അവിടെ വെച്ച് ഇനി അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം കാണുക, അതിൻ്റെ അകത്തും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം. അപ്പോൾ ഇതാണ് സംഗതി, ഇൻഫോർമേഷൻ സെൻറ്റർ. എവിടുന്ന് മലയാളം കേൾക്കണേ? ഏനാ എന്താ അങ്ങോട്ട് കയറാൻ പറ്റാത്ത? അപ്പോൾ അവിടെ ചിൽഡ്രൻസ് നോട്ട് അലൗഡ് എന്നും പറഞ്ഞു. അതുകൊണ്ട് ഇവളുള്ളതുകൊണ്ട് ഇവളെ മാത്രം ഇവിടെ വെച്ചാണ്ട് നമുക്ക് എന്താ ഉള്ളിൽ കയറി പോരായില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കയറാതെ പോന്നു. അപ്പോൾ കൽക്കാജി കഴിഞ്ഞു, ലോട്ടസ് ടെമ്പിൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുത്തുബ് മിനാർക്ക് പോവുക. ഓക്കെ,
അപ്പോൾ ഞങ്ങൾ ഒരു ട്രെയിൻ ഇതാ പോകാൻ നിൽക്കുന്നത്. പിന്നെ 2 കുറുക്കുറ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരത്താക്കന്നെ ഞാനായിരുന്നു തിന്നത്. അവിടെ എത്തിയിട്ട് കുത്തുബ് മിനാറിലും എല്ലോടെ എല്ലാമെന്നാണ് ചാച്ചിപ്പേട്ടി പറഞ്ഞത്. സോ അവിടെ ഒറ്റ കൊണ്ടുപോയി അവിടെ പുറത്തിരുന്ന് കഴിക്കുന്നതിനെക്കാട്ടി ബെറ്ററല്ല അവിടെ AC-ലിരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തി. ഇനി ഒന്നും കൂടെ ഉണ്ട്, ഒരു കുറുക്കുറ കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കയറിയിട്ട് ഹൗസ് കാസ് ഇറങ്ങും, അവിടുന്ന് പിന്നെ മാറി കയറും. അപ്പം അവിടുന്ന് മാറി കയറുമ്പോഴത്തേന് അടുത്തൊന്നും തീർക്കാന്നുള്ളവർക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പം എന്താ ഒന്നും കാണുന്നില്ലല്ലോ, ഫുള്ള് ഇട്ട. ഡ്രൈവർ ഇല്ലാത്ത വണ്ടിക്ക് ഡ്രൈവറായിട്ട് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട്. സാഹിറ ടിറ്റി ഇവിടെ വേറെ എത്തിയതാ, അട്ടത്ത് കയറിയിരിക്കണം കാണാഞ്ഞിട്ട്. മെട്രോ സ്റ്റേഷനിലെത്തി. അതാ കുത്തുബ് മിനാർ. കുത്തുബ് മിനാർ ആ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ വിലയായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. നമ്മൾ വണ്ടി ആവശ്യമൊന്നുമില്ല. ഓട്ടോയിലൊക്കെ കയറി ഒന്ന് സെറ്റാക്കിയിരുന്നു. പക്ഷേ വണ്ടി എടുക്കാൻ ഫുൾ ഓട്ടോ, നടുവിൽ ഞങ്ങൾ ഓട്ടോ. ഇങ്ങനെ വണ്ടി എടുത്ത് ഇതുവരെ പോയടത്തൊക്കെ ഞാൻ ഓൾറെഡി പോയതാണ്. പക്ഷെ കുത്തുബ് മിനാർ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ ടെൻഷനായിട്ട് BP ഇടും. വെറുതെ എന്തിനാ. സോ പോയോട്ടെ, ടിക്കറ്റ് എടുക്കണം, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഇവിടെ 2 മെത്തേഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്തിട്ടും എടുക്കാം ടിക്കറ്റ്, ഇല്ലെങ്കിൽ പിന്നെ ക്യൂ നിന്നാണ്ട് സമാധാനത്തിൽ എടുക്കാം. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അപ്പുറത്താണ് എൻട്രി വരുന്നത്, അവിടെ പോകണം. അപ്പോൾ ഇതാണ് എൻട്രി. ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ബിസ്ക്കറ്റ് പൊക്കി, ബിസ്ക്കറ്റ് പോലും എടുത്ത്. ഇത് പോൽക്കായിട്ട് സാധനം വാങ്ങിയ പോലെ ആയി എല്ലാ ഐറ്റംസും. ഇവാ കുത്തുബ് മിനാർ കണ്ടു ഗേസ്. ആർക്ക് മൊത്തം? ഏത് നാട്ടുകാർക്ക്? ഡൽഹിയിലുള്ള നാട്ടുകാർക്ക് മൊത്തം ഇത് കാണാവോ എന്നാണ് ക്വസ്റ്റ്യൻ. കണ്ണാരെ കണ്ണൻ ഇതാ മലയാളം. ഈ കണ്ണ കുത്തുബ് മിനാർ. അത് കഴിഞ്ഞിട്ട് ഗുവത്തിൽ ഇസ്ലാം മോസ്ക്, എന്തോ ഒരു പള്ളി, അതാണിത്. അലായി ദർവാസ, ഇതാണ് അലായി ദർവാസ. ഇത് സംഗതി എനിക്ക് ഫുള്ളായിട്ട് അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്നുണ്ട്. പക്ഷേ ഒന്നേ ഞാൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുണ്ടാവും. ഒന്നേ ഉണ്ടാവുള്ളൂ. ജനൽപ്പൊളിയൊക്കെ എന്തായി? എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? മറ്റേ കൈനോട് ഇങ്ങനെ നിൽക്കുന്ന വേണ്ടട്ടാ. എന്റെ ചുക്കട്ട് ഭാവല്ല. അയൺ പില്ലർ, 4th century. അതിന്റെ ഹിന്ദി ആവശ്യമില്ല. ചൂടുണ്ട്, പക്ഷെ ചൂടെടുത്താലും കാണാൻ വന്ന് കണ്ടിട്ട് പോണല്ലോ. സെറ്റല്ലേ, കൊള്ളാം. പണിയെടുത്തുണ്ടാക്കിയ റബ്ബേ, മാഷാല്ലാ. മൈൻഡില്ല. ആരാണേലും എന്താ ഹലോ പറഞ്ഞാൽ പോരെ. ഇവിടുത്തെ ഫുള്ള് കറങ്ങലും വെയിൽ കൊള്ളലും ടാൻ അടിക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി എന്തായാലും ഞങ്ങൾ പോവാം. ഞാൻ ഉദ്ദേശിച്ച ഹുമയൂണും സഫ്താർ ലോധി അങ്ങനെയാണ് വിചാരിച്ചിന്. പക്ഷേ മൊത്തത്തിൽ ക്ഷീണിച്ചുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അപ്പോൾ റിട്ടേൺ പോട്ടെ. കോലിന് ചോട്ടല്ലേ, ഫുഡ് പ്രിൻസ് കൂടെ തന്നെ നടക്കാൻ നിൽക്കുക. ചാടിപ്പോന്ന്. അപ്പോൾ റൂം വന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാൻ വിചാരിച്ചു. പക്ഷേ പ്ലാനിങ് ഒന്നും നടന്നില്ല, അതൊന്നും ഫ്ലോപ്പായി. സോ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ബട്ട്ല വരെ പോകാൻ വിചാരിച്ചു. കാരണം വന്ന പാടെ ഞാൻ ഉറങ്ങി. അവൾ നല്ല ടയേർഡ് കഴിഞ്ഞു, അത്യാവശ്യം നടന്നതല്ലോ, അങ്ങനെ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും ബട്ട്ല പോയി അവിടെ ചുരിദാറൊന്നൊക്കെ അത്യാവശ്യം റേറ്റ് കുറവിലുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി ചുരിദാറൊക്കെ മേടിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് അതോടെ, ഇന്നത്തെ ഡേ അതോടെ കഴിയും. ഇനി ബാക്കി നാളെ പുതിയ സ്ഥലങ്ങൾ പോയി നോക്കണം. ഒരുപാടുണ്ട്. അപ്പോൾ ഓക്കെ, പോയേക്കാം. ഇവിടെ കാണുന്ന ഈ എല്ലാ ഐറ്റംസിന് 10 റുപ്യ ഉള്ളൂ. അതുകൊണ്ട് ഉമ്മൻ്റെ ഒരു ബക്കറ്റും ഉണ്ട്, എൻ്റെ ഒരു ഇതുണ്ട്. ഇതിന്
സ്പൂണ് എല്ലാ ഐറ്റംസും 10. ഈ ചെറുപ്പിനൊക്കെ 10. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കഴിക്കാണ്ട് ഇങ്ങോട്ട് പാനിപ്പൂരി കഴിക്കാൻ വന്ന ഞാനൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ ഞാൻ പ്രശ്നം വന്നാലോ ഉള്ള പേടിച്ചോണ്ടേ അവളെ കാണിച്ചാൽ പ്രശ്നമാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങോട്ട് പോന്ന ഞാൻ ഇറങ്ങണതിൻ്റെ മുന്നേ അങ്ങോട്ട് തന്നെ റിട്ടേൺ പോകണം. പാനിപ്പൂരി ഞാൻ മെയിനായിട്ട് ഡൽഹി വന്നത് കഴിക്കാനാണ്. നാട്ടിൽ 70-40 ഉള്ള സാധനം ഇവിടെ 20-30 കിട്ടും. പിന്നെ ടേസ്റ്റ് മാറ്റുണ്ട് കേട്ടോ. പറ്റിച്ചതല്ല ഗൈസ്, വാങ്ങി. പഞ്ച മിഠായിസൊക്കെ കിട്ടും കേട്ടോ. പിന്നൊന്നുമില്ല, അത് മതി. എന്താണ് ഞാൻ ഇത് മേടിച്ചു, അവള് പുളി മിഠായി മേടിച്ചു. ഹാപ്പി. ഷോപ്പിങ്ങും കഴിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാണ്. അധികമൊന്നും വാങ്ങിയില്ല, കുറച്ച് മേടിച്ചുള്ളൂ. ഇനിയിപ്പോൾ നാളെ സ്ഥലത്തിന് ഇൻഷാല്ലാ നാളെ പോകണം. അതുകൊണ്ട് അധികമൊന്നും വാങ്ങിയില്ല. ഇനിയിപ്പോൾ റൂമിൽ പോകണം, കിടന്നുറങ്ങണം. ഓക്കെ, ഇനി ബാക്കി വീഡിയോക്ക് ബാക്കി വീഡിയോ വരെ ബൈ.